ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇന്ന് നമ്മൾ പങ്കുചേരുന്നു. 212-ാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 27-ാം വചനം പറയുന്നു, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പങ്കുവയ്പ്പിൻ്റെ മനോഭാവം ഇന്ന് മക്കൾക്ക് വളരെയധികം കുറവാണ്. സ്വന്തം കാര്യം സ്വാർത്ഥ മനോഭാവത്തിലേക്ക് വീണു പോകുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്കോ കൂടപ്പറപ്പിനെ പങ്കുവയ്ക്കുവാൻ വളരെ മടിയാണ്. പ്രിയപ്പെട്ടവരെ, വളരെയധികം ആളുകളുടെ സഹായം കൊണ്ടോ കരുതൽ കൊണ്ടൊക്കെ ആയിരിക്കാം ഇതുവരെ എത്തിയത്, അല്ലാതെ ഒറ്റയ്ക്ക് നമ്മുടെ കഴിവുകൊണ്ടല്ല. ദൈവത്തിൻ്റെ ദാനം, സമ്മാനം, കൃപ, ഒപ്പം തന്നെ മറ്റനേകം വ്യക്തികളുടെ ഉപകാരങ്ങൾ വഴിയായും അവരുടെ അധ്വാനഫലമൊക്കെ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ അധ്വാനം, പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ചിന്തിച്ചു നോക്കിക്കുകയെ എത്രയോ ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇന്ന് മക്കൾ വിസ്മരിച്ചു പോവുകയും സ്വന്തം കാര്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ആരും വേണ്ട, ആർക്കും കൊടുക്കേണ്ടതില്ല, ആരും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാൻ പോലും പറ്റാത്ത, സത്യസന്ധമില്ലാത്ത മക്കൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, മക്കളെ അനുഗ്രഹിക്കാം. അവർ പങ്കുവയ്ക്കുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന കൃപ, സമ്പാദ്യം അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിയായി തിരിച്ചു ലഭിക്കും. ദൈവമാണ് തിരിച്ചു തരുന്നത്, അതിന് ഫലം തരുന്നത്. ആ ഒരു ബോധത്തിലേക്ക് മക്കൾ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉദാര മനസ്കതയും ദാനശീലവും നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ. ഔദാര്യത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും ആ ഒരു ശ്രേഷ്ഠത, ആ മഹനീയത മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരികയും അങ്ങനെ കൃപയാൽ വളരുകയും ചെയ്യട്ടെ. ഐശ്വര്യം മക്കൾക്ക് ഇരട്ടിയാവുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയുടെ മക്കൾ ഇല്ലാത്തവരുമായി സമ്പത്ത് പങ്കുവെക്കുന്ന കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ശീലം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ തുറന്ന കരങ്ങൾ നീട്ടി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മക്കളുടെ അധ്വാന ഫലം പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടി അഭിഷേകത്തിലേക്ക് മക്കൾ വളർന്നു വന്ന് ഈശോയെ അത് നിലനിൽക്കുവാനും അനുഭവിക്കുവാനും സന്തോഷമാകുവാനും ഇടയാകട്ടെ. ആമേൻ. യേശുവിൻ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.